Welcome to Quantitative Aptitude and Reasoning channel, mybodmas. Odd man out എന്ന സെക്ഷനിൽ ടൈപ്പ് 4 ആണ് ഫിഗർ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ 5 ഓപ്ഷൻസ് ഉണ്ട്, 5 ഫിഗേഴ്സ് ഉണ്ട്. ഇതിൽ ഓഡ് വൺ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഫിഗർ ശ്രദ്ധിച്ചാൽ രണ്ട് ലൈൻസ് പാരലൽ ആയിട്ടാണ് കിടക്കുന്നത്. ഓപ്ഷൻ 3ൽ അതായത് തേർഡ് ഫിഗറിൽ രണ്ട് ലൈൻസ് പാരലൽ അല്ല. സോ ഇവിടെ ഓഡ് വൺ ഓപ്ഷൻ സി തേർഡ് ഫിഗർ ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതിൽ ഓഡ് വൺ എന്താണ്? ഇവിടെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഫിഗറിൽ താഴെ റൈറ്റ് സൈഡിലാണ് ഈ ഷെയ്ഡഡ് പോർഷൻ വന്നേക്കുന്നത്. ആദ്യത്തെ ഫിഗറിൽ മുകളിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഷെയ്ഡഡ് പോർഷൻ വന്നേക്കുന്നത്. സോ ഇവിടെ ഓഡ് വൺ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഫസ്റ്റ് ഫിഗർ ഓപ്ഷൻ എ 1. തേർഡ് ക്വസ്റ്റ്യൻ. ഇവിടെ എല്ലാ ഫിഗേഴ്സിലും ഒരു പ്ലസ്, ഒരു ആരോ, ഒരു ഡോട്ട്, ദെൻ ഒരു ഷെയ്ഡഡ് പോർഷൻ കൂടി വരുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ് ഫിഗറിൽ ആ വലിയ റീജിയനിലാണ് ഷെയ്ഡഡ് പോർഷൻ വരുന്നത്. തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് റീജിയനിൽ ആ ചെറിയ റീജിയനിലാണ് ഷെയ്ഡഡ് പോർഷൻ വരുന്നത്. ഓഡ് വൺ കണ്ടുപിടിക്കാൻ കിട്ടിയില്ല. ഇവിടെ ഫസ്റ്റ് ഫിഗർ നോക്കിയാൽ ഈ ഷെയ്ഡഡ് പോർഷന്റെ അടുത്താണ് ഈ പ്ലസും ആരോയും വരുന്നത്. സെക്കൻഡ് ഫിഗറിലും ഷെയ്ഡഡ് പോർഷന്റെ അടുത്താണ് പ്ലസും ആരോയും ഉള്ളത്. തേർഡ് ഫിഗറിലും അങ്ങനെ തന്നെ, ഫിഫ്ത്ത് ഫിഗറിലും അങ്ങനെ തന്നെ. ഫോർത്ത് ഫിഗറിൽ ഈ അൺഷെയ്ഡഡ് പോർഷനിലാണ് പ്ലസും ആരോയും ഉള്ളത്. സോ ഇവിടെ ഓഡ് വൺ ഓപ്ഷൻ ഡി ഫോർത്ത് ഫിഗർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഓരോ ഫിഗേഴ്സിലും 8 ലൈൻസ് വെച്ചിട്ടുണ്ട്. ഫിഗർ 1, 3, 4, 5ൽ ഈ ലൈൻസ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുവാണ്. ഫിഗർ 2ൽ അങ്ങനെയല്ല. സോ ഇവിടെ ഓഡ് വൺ ഓപ്ഷൻ ബി 2 സെക്കൻഡ് ഫിഗർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എല്ലാ ഫിഗേഴ്സിലും ഒരു പിൻ, ഒരു ആരോ, പിന്നെ 1, 2, 3, 4, 5, 6 ലൈൻസ് വെച്ചിട്ടുണ്ട്. എല്ലാ ഫിഗേഴ്സിലും അങ്ങനെ തന്നെയാണ്. ദെൻ എന്തായിരിക്കും ഓഡ് വൺ? ഇവിടെ നമ്മൾ ഈ വലിയ ലൈൻ കൺസിഡർ ചെയ്യാതിരുന്നാൽ ഈ ആരോയുടെ അടുത്ത് 2 ലൈൻസ് ആണുള്ളത്. സെക്കൻഡ് ഫിഗറിൽ ആരോയുടെ അടുത്ത് 3 ലൈൻസ് ആണുള്ളത്. മൂന്നാമത്തെ ഫിഗറിൽ ആരോയുടെ അടുത്ത് 3 ലൈൻസ്. നാലാമത്തെ ഫിഗറിലും ആരോയുടെ അടുത്ത് 3 ലൈൻസ്. അഞ്ചാമത്തെ ഫിഗറിലും ആരോയുടെ അടുത്ത് 3 ലൈൻസ്. ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ മാത്രമാണ് 2 ലൈൻസ് വന്നേക്കുന്നത്. സോ ഇവിടെ ഓഡ് വൺ ഫസ്റ്റ് ഫിഗർ ആണ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ഓഡ് വൺ കണ്ടുപിടിക്കണം. ഇവിടെ ഫസ്റ്റ് ഫിഗർ നോക്കിയാൽ അതൊരു സെമി സർക്കിൾ ആണ്. അത് 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. സെക്കൻഡ് ഫിഗറിൽ ഒരു സ്ക്വയർ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. തേർഡ് ഫിഗറിൽ ഒരു റോംബസ് ഈ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. ഫോർത്ത് ഫിഗറിൽ അൺഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഈ 2 ഭാഗം മാത്രമേ ഒരുപോലെ ഉള്ളൂ, മറ്റേ 2 ഭാഗം വേറൊരു പോലെയാണ്. ദെൻ ഫിഫ്ത്ത് ഫിഗറിൽ ഒരു ട്രയാങ്കിൾ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. സോ ഇവിടെ അൺഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന ഫിഗർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഫോർത്ത് ഫിഗർ ആണ് ഇവിടെ ഓഡ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ഓഡ് വൺ കണ്ടുപിടിക്കണം. ഇവിടെ ഫസ്റ്റ് ഫിഗർ നോക്കിയാൽ 1, 2, 3, 4, 5 ആരോസ് ആണുള്ളത്. സെക്കൻഡ് ഫിഗറിൽ 1, 2, 3, 4 ആരോസ് ആണ്. തേർഡ് ഫിഗർ 1, 2, 3, 4, 5. ഫോർത്ത് ഫിഗർ 1, 2, 3, 4, 5. ഫിഫ്ത്ത് ഫിഗർ 1, 2, 3, 4, 5. ഇവിടെ ഓപ്ഷൻ 2ൽ മാത്രമേ ഉള്ളൂ 4 ആരോസ്, ബാക്കി എല്ലായിടത്തും 5 ആരോസ് ആണ്. സോ ഇവിടെ ഓഡ് വൺ ഇസ് ഓപ്ഷൻ ബി സെക്കൻഡ് ഫിഗർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഫസ്റ്റ് ഫിഗർ ഒരു പെന്റഗൺ ആണ്. 5 സൈഡ്സ് ആണുള്ളത്. അതുപോലെ 5 പിൻസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഫിഗർ ഒരു ട്രയാങ്കിൾ ആണ്. 3 സൈഡ്സ് ആണ് ട്രയാങ്കിളിനുള്ളത്. 3 പിൻസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. തേർഡ് ഫിഗർ ഒരു സ്ക്വയർ ആണ്. 4 സൈഡ്സ് ആണുള്ളത്. 4 പിൻസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ഫിഗർ ഒരു ഹെക്സഗൺ ആണ്. 6 സൈഡ്സ് ആണുള്ളത്. 6 പിൻസും അതുപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ അഞ്ചാമത് വരുന്ന ഫിഗർ ഒരു പാരലോഗ്രാം ആണ്. 4 സൈഡ്സ് ആണുള്ളത്. 4 പിൻസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ എന്തായിരിക്കും ഓഡ് വൺ? ഇവിടെ ഫസ്റ്റ് ഫിഗർ നോക്കിയാൽ ഈ പെന്റഗണിന്റെ ഒരു വെർട്ടെക്സിലാണ് ഈ പിൻസ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ ഫിഗർ ആണെങ്കിൽ ട്രയാങ്കിളിന്റെ ടോപ്പ് സൈഡിലെ ഒരു മിഡ് പോയിന്റിലാണ് പിൻസ് അറ്റാച്ച് ചെയ്തേക്കുന്നത്.
മൂന്നാമത്തെ ഫിഗർ സ്ക്വയറിന്റെ മിഡ് പോയിന്റിലാണ്, നാലാമത്തെ ഫിഗർ ഹെക്സഗന്റെ മിഡ് പോയിന്റിലാണ്, അഞ്ചാമത്തെ ഫിഗർ പാരലോഗ്രാമിന്റെ മിഡ് പോയിന്റിലാണ് പിൻസ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ മാത്രമേ വെർട്ടെക്സിൽ ഈ പിൻസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. സോ അവിടെ ഓഡ് വൺ ഇസ് ഓപ്ഷൻ എ, ഫസ്റ്റ് ഫിഗർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 ഓപ്ഷൻ ആണുള്ളത്. ഓഡ് വൺ കണ്ടുപിടിക്കണം. ഇവിടെ ലൈൻസ് നോക്കിയാൽ ഫസ്റ്റ് ഫിഗറിൽ 2 ലൈൻസ്, സെക്കൻഡ് ഫിഗറിൽ 1 2 3 4 ലൈൻസ് ആണ്, മൂന്നാമത്തെ ഫിഗറിൽ 3 ലൈൻസ്, നാലാമത്തെ ഫിഗറിലും 3 ലൈൻസ്. സോ ഇവിടെ ആയത് 2 4 3 3. ഇത് വെച്ചിട്ട് നമുക്ക് ഓഡ് വൺ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. then ഈ ഷെയ്ഡഡ് പോർഷൻ നോക്കിയാൽ ഇവിടെ ഷെയ്ഡഡ് ആണ്, ഇവിടെ ഷെയ്ഡഡ് ആണ്, ഇവിടെ ഷെയ്ഡഡ് അല്ല, ഇവിടെയും ഷെയ്ഡഡ് അല്ല. ഇത് വെച്ചും ഓഡ് വൺ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. then ഫസ്റ്റ് ഫിഗറിൽ ഈ ആരോ കഴിഞ്ഞിട്ടാണ് ഈ റെക്റ്റാങ്കിൾ വന്നേക്കുന്നത്. സെക്കൻഡ് ഫിഗറിലും ആരോ കഴിഞ്ഞിട്ടാണ് റെക്റ്റാങ്കിൾ വന്നേക്കുന്നത്. തേർഡ് ഫിഗറിലും ആരോ കഴിഞ്ഞിട്ടാണ് റെക്റ്റാങ്കിൾ വന്നേക്കുന്നത്. ഫോർത്ത് ഫിഗറിലാണെങ്കിൽ റെക്റ്റാങ്കിൾ കഴിഞ്ഞിട്ടാണ് ആരോ വന്നേക്കുന്നത്. സോ ഇവിടെ ഓഡ് വൺ ഓപ്ഷൻ ഡി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 ഫിഗേഴ്സ് ആണുള്ളത്. ഓഡ് വൺ കണ്ടുപിടിക്കണം. ഇവിടെ ഓപ്ഷൻ ബിയിൽ നോക്കിയാൽ നമ്മൾ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുണ്ട്. ഓപ്ഷൻ സിയിലും അങ്ങനെ വെർട്ടിക്കലായിട്ട് ലൈൻ വരച്ചാൽ 2 ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുണ്ട്. ഡിയിലും അങ്ങനെ തന്നെ. ഇവിടെ ഓപ്ഷൻ എയിലാണെങ്കിൽ വെർട്ടിക്കലായിട്ട് വരച്ചാലും ഈക്വൽ ഹാഫ് കിട്ടുന്നില്ല, ഹൊറിസോണലായിട്ട് വരച്ചാലും ഈക്വൽ ഹാഫ് കിട്ടുന്നില്ല. സോ ഇവിടെ ഓഡ് വൺ ഫസ്റ്റ് ഫിഗർ തന്നെയായിരിക്കും, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ആദ്യത്തെ ഫിഗർ നോക്കിയാൽ ഇവിടെ ഒരു ഹെക്സഗണിൻ്റെ അകത്തൊരു പെൻറ്റഗൺ ആണ്. അതായത് പുറത്തെ ഫിഗറിൻ്റെ സൈഡ് 6ഉം അകത്തെ ഫിഗറിൻ്റെ സൈഡ് 5ഉം ആണ്. ഓപ്ഷൻ ബിയിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയർ ആണ്. അതായത് പുറത്ത് 3 സൈഡഡ് ആയിട്ടുള്ള ഫിഗറും അകത്ത് 4 സൈഡഡ് ആയിട്ടുള്ള ഒരു ഫിഗറുമാണ്. ഓപ്ഷൻ സിയിൽ ഒരു പെൻറ്റഗണിൻ്റെ ഉള്ളിൽ ഒരു റെക്റ്റാങ്കിൾ ആണ്, പുറത്ത് 5 സൈഡും അകത്ത് 4 സൈഡുള്ള ഒരു പോളിഗൺ. ദെൻ ഓപ്ഷൻ ഡിയിലാണെങ്കിൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ ആണ്, പുറത്ത് 4 സൈഡാണ്, അകത്ത് 3 സൈഡ് ആയിട്ടുള്ള ഫിഗറുമാണ്. ദെൻ ഇവിടെ ഓഡ് വൺ എന്താണ്? ഇവിടെ ഓപ്ഷൻ ബി ഒഴിച്ച് ബാക്കി എല്ലായിടത്തും വലിയ പോളിഗൺ ആണ് പുറത്ത് വരുന്നത്, ചെറുതാണ് അകത്ത് വരുന്നത്. ഓപ്ഷൻ ബിയിൽ നേരെ തിരിച്ചാണ്. സോ ഇവിടെ ഓഡ് വൺ ഇസ് ഓപ്ഷൻ ബി.